എല്ലാവർക്കും ടാൻജൻറ്റിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫോക്കസ് ഏരിയയിൽ നിന്നുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 16 ചാപ്റ്ററുകളിലായിട്ട് ടോട്ടൽ 94 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ 22 മുതൽ 26 വരെയുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ പാഠത്തിൽ നിന്നും വരുന്നത്. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇത് ടോട്ടൽ 22nd ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 7n മൈനസ് 3n ഈസ് ഡിവിസിബിൾ ബൈ 4. അപ്പം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യാനുള്ളത് 3 സ്റ്റെപ്പായിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് P(1) ട്രൂ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ P(1) എന്ന് പറയുന്നത് 7(1 മൈനസ് 3(1) വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ 4 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 4 ആണ്. അതുകൊണ്ട് P(1) ഈസ് ഡിവിസിബിൾ ബൈ 4. ഹെൻസ് P(1) ഈസ് ട്രൂ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് P(k) ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് P(k) ഈസ് ട്രൂ. That is P(k) equal to 7k minus 3k equal to 4d എന്നെടുത്തു. 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 4 ആണെങ്കിൽ നമുക്ക് 4d എന്നെടുക്കാം. Therefore 7k equal to 4d plus 3k എന്ന് കിട്ടും. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് we have to prove that P(k plus 1) is true. That is P(k plus 1) equal to 7k plus 1 minus 3k plus 1 is divisible by 4 എന്ന് തെളിയിക്കണം. അപ്പം 7k plus 1 minus 3k plus 1 എന്ന് പറഞ്ഞാൽ 7k into 7 minus 3k into 3 ആണ്. ഇനി നമുക്ക് 7kയുടെ സ്ഥാനത്ത് 4d plus 3k കൊടുക്കണം. അപ്പം നമുക്ക് 4d plus 3k into 7 minus 3k into 3 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 28d plus 3k into 7 minus 3k into 3. ലാസ്റ്റ് രണ്ട് ടേംസിൽ രണ്ടിലും 3k ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പം വിച്ച് ഈസ് ഈക്വൽ ടു 28d plus 3k into 7 minus 3 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 28d plus 3k into 4. ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് കോമൺ ആയിട്ട് 4 പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 4 into 7d plus 3k എന്ന് കിട്ടും. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ therefore P(k plus 1) ഈസ് ട്രൂ എന്ന് പറയാൻ കഴിയും. ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ P(n) equal to 7n minus 3n ഈസ് ഡിവിസിബിൾ ബൈ 4 for all n belongs to natural numbers എന്ന് പറയാൻ കഴിയും. അടുത്തതായിട്ട് നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ 1 into 2 plus 2 into 3 plus etc. n into n plus 1 equal to n into n plus 1 into n plus 2 divided by 3. ഇത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് പ്രൂവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം P(1) പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും പ്രൂവ് ചെയ്യണം. അപ്പോൾ LHS ഈക്വൽ ടു P(1) ഈക്വൽ ടു 1 into 2 ഈക്വൽ ടു 2 എന്നും RHS ഈക്വൽ ടു P(1) ഈക്വൽ ടു 1 into 2 into 3 divided by 3 ഈക്വൽ ടു 2 എന്നും കിട്ടും. അപ്പോൾ LHS ഈക്വൽ ടു RHS ആയതുകൊണ്ട് P(1) ഈസ് ട്രൂ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് അസ്യൂം ദാറ്റ് P(k) ഈസ് ട്രൂ. ദാറ്റ് ഈസ് P(k) ഈക്വൽ ടു 1 into 2 plus 2 into 3 plus etc. plus k into k plus 1 equal to k into k plus 1 into k plus 2 divided by 3. In the third step, we have to prove that P(k plus 1) is true. That is P(k plus 1) equal to 1 into 2 plus 2 into 3 plus etc. plus k plus 1 into k plus 2 equal to k plus 1 into k plus 2 into k plus 3 divided by 3 എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ LHS എന്ന് പറയുന്നത് 1 into 2 plus 2 into 3 plus etc. up to k into k plus 1 plus k plus 1 into k plus 2 ആണ്. ഇനി k into k plus 1 വരെയുള്ളതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്തിട്ടുണ്ട്. k into k plus 1 into k plus 2 divided by 3 plus k plus 1 into k plus 2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ രണ്ട് ടേംസ് ഉണ്ട്. ഈ രണ്ട് ടേംസിലും കോമൺ ആയിട്ട് k plus 1 into k plus 2 ഉണ്ട്. അപ്പോൾ അത് കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ നമുക്ക് k plus 1 into k plus 2 ഇൻറ്റു ബ്രാക്കറ്റിൽ k/3 plus 1 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഈ k/3 plus 1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് k plus 3 divided by 3 എന്ന് കിട്ടും. Therefore this is equal to k plus 1 into k plus 2 into k plus 3 divided by 3 എന്ന് കിട്ടും. which is equal to k plus 1 into k plus 2 into k plus 3 the whole divided by 3 എന്ന് കിട്ടും. ഇതാണ് RHS. Therefore P(k plus 1) is true. Hence by the principle of mathematical induction P(n) is true for all n belongs to natural numbers.
അടുത്തതായിട്ട് നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ 1 + 3 + 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3n - 1 = 3n - 1 / 2 എന്ന് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് തെളിയിക്കാനാണ്. അപ്പോൾ അതിൽ പി ഓഫ് എൻ എന്ന് പറയുന്നത് 1 + 3 + 3 സ്ക്വയർ പ്ലസ് 3³ പ്ലസ് എക്സെട്ര അപ് ടു 3n - 1 = 3n - 1 / 2 എന്നാണ്. അതിൽ എൽ എച്ച് എസ് എന്ന് പറയുന്നത് ആദ്യം പി ഓഫ് 1 = 1 എന്ന് തന്നെ കിട്ടും. അടുത്ത ആർ എച്ച് എസ് എന്ന് പറയുന്നത് പി ഓഫ് 1 = 3n - 1 / 2 which is equal to 1 എന്ന് കിട്ടും. അപ്പോൾ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആയതുകൊണ്ട് പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് പറയാൻ കഴിയും. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ, ദാറ്റ് ഈസ് പി ഓഫ് കെ = 1 + 3 + 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3k - 1 = 3k - 1 / 2. ഇനി we have to prove that p of k + 1 is true, that is p of k + 1 = 1 + 3 + 3 square plus etc up to 3k + 1 - 1 = 3k + 1 - 1 / 2 എന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുന്നത് 1 + 3 + 3 സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു 3k - 1 പ്ലസ് 3k + 1 - 1 എന്നുള്ളത് 3k ആവും, ഈക്വൽ ടു നമുക്ക് 3k - 1 / 2 പ്ലസ് 3k എന്ന് എഴുതാം. എങ്ങനെയെന്ന് വെച്ചാൽ 3k - 1 വരെയുള്ളത് നേരത്തെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് 3k - 1 / 2 എന്ന്. ബാക്കി വരുന്നത് 3k. അപ്പം ഇവിടെ ഡിനോമിനേറ്റർ ഫസ്റ്റിൽ ഡിനോമിനേറ്റർ 2ഉം സെക്കൻഡിൽ ഡിനോമിനേറ്റർ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടി 3kയുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 കൊണ്ട് ഗുണിക്കുക. അപ്പം നമുക്ക് 3k - 1 / 2 പ്ലസ് 2 × 3k / 2 എന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ 3k + 2 × 3k - 1 / 2 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ടേംസിൽ 3k കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അത് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ 3k × 2 + 1 - 1 / 2 എന്ന് കിട്ടും. ഇപ്പോൾ 2 + 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3k × 3 എന്ന് പറയുന്നത് 3k + 1 ആണ്. അപ്പോൾ നമുക്ക് which is equal to 3k + 1 - 1 / 2 എന്ന് എഴുതാം. Therefore p of k + 1 is true. Hence by the principle of mathematical induction p of n is true for all n that belongs to natural numbers. പിന്നെ നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1/1 × 2 plus 1/2 × 3 plus 1/3 × 4 plus etc plus 1/n × n + 1 = n/n + 1 എന്ന് തെളിയിക്കണം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച്. അപ്പോൾ പി ഓഫ് എൻ ഇവിടെ തന്നിട്ടുണ്ട്. എൽ എച്ച് എസ് എന്ന് പറയുന്നത് ആദ്യം പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിൽ എൽ എച്ച് എസ് = പി ഓഫ് 1 = 1/1 × 2 = 1/2 എന്ന് കിട്ടും. ആർ എച്ച് എസ് = പി ഓഫ് 1 = 1/1 + 1 = 1/2 എന്ന് കിട്ടും. അപ്പോൾ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആയതുകൊണ്ട് പി ഓഫ് 1 ട്രൂ ആണെന്ന് പറയാൻ കഴിയും. ഇനി അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യണം പി ഓഫ് കെ ട്രൂ ആണെന്ന്. ദാറ്റ് ഈസ് പി ഓഫ് കെ = 1/1 × 2 plus 1/2 × 3 plus etc up to 1/k × k + 1 = k/k + 1 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഇനി വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ + 1 ഈസ് ട്രൂ. നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പി ഓഫ് കെ + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. പി ഓഫ് കെ + 1 = 1/1 × 2 plus 1/2 × 3 plus etc up to 1/k + 1 × k + 2. അതിന് തൊട്ട് മുമ്പ് ഒരു ടേമും കൂടെ ഉണ്ട്. അപ്പോൾ എൽ എച്ച് എസ് എന്ന് പറയുന്നത് 1/1 × 2 plus 1/2 × 3 plus etc plus 1/k × k + 1 plus 1/k + 1 × k + 2 എന്ന് കിട്ടും. ഇനി നമുക്ക് 1/k × k + 1 വരെയുള്ള ടേം k/k + 1 എന്ന് എഴുതാം. അതിനുശേഷമുള്ളത് 1/k + 1 × k + 2 ആണ്. ഇനി നമുക്ക് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടണമെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ഡിനോമിനേറ്ററുകൾ ഈക്വൽ ആവണം. അപ്പോൾ ഡിനോമിനേറ്ററുകൾ ഈക്വൽ ആവാൻ വേണ്ടി ഫസ്റ്റ് ഫ്രാക്ഷനിൽ k + 2 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഗുണിക്കുക. അപ്പോൾ നമുക്ക് k × k + 2 / k + 1 × k + 2 പ്ലസ് 1/k + 1 × k + 2 എന്ന് കിട്ടും. ഇനി തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് k × k + 2 പ്ലസ് 1 / k + 1 × k + 2 എന്ന് കിട്ടും. ഈ k × k + 2 എന്ന് പറഞ്ഞാൽ k² പ്ലസ് 2k ആണ്, പ്ലസ് 1 ആണ് അധികമായിട്ടുള്ളത്, ഡിവൈഡഡ് ബൈ k + 1 × k + 2 എന്ന് കിട്ടും. ഈ k² പ്ലസ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ k + 1 ദ ഹോൾ സ്ക്വയർ ആണ്. അത് ഡിനോമിനേറ്ററിൽ k + 1 × k + 2 ഈക്വൽ ടു k + 1 / k + 2 എന്ന് കിട്ടും. ന്യൂമറേറ്ററിൽ k + 1 ദ ഹോൾ സ്ക്വയറും ഡിനോമിനേറ്ററിൽ k + 1 × k + 2 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു k + 1 ക്യാൻസൽ ചെയ്ത് കളയാം.
അപ്പോൾ ബാക്കി k+1 ഡിവൈഡ് ബൈ k+2 എന്ന് കിട്ടും. അതാണ് RHS എന്ന് പറയുന്നത്. Therefore P of k+1 is true. Hence by the principle of mathematical induction P of n is true for all n belongs to natural numbers. അപ്പോൾ നമുക്കിനി 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1/2 + 1/4 + 1/8 plus etc. plus 2 raised to n equal to 1 minus 1/2 raised to n എന്നാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് തെളിയിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ LHS P of 1 equal to 1/2 എന്ന് കണ്ടുപിടിക്കണം. അതേപോലെ RHS നമ്മൾ കണ്ടുപിടിക്കണം. P of 1 equal to 1 minus 1/2 raised to 1 equal to 1/2 എന്ന് കിട്ടും. അപ്പോൾ LHSും RHSും ഈക്വൽ ആയതുകൊണ്ട് തന്നെ P of 1 is true. In the second step, assume that P of k is true. That is P of k equal to 1/2 plus 1/4 plus 1/8 plus etc. plus 1/2 raised to k equal to 1 minus 1/2 raised to k. In the third step, we have to prove that P of k plus 1 is true. P of k plus 1 equal to 1/2 plus 1/4 plus 1/8 plus etc. plus 1/2 raised to k plus 1. അത് ഈക്വൽ ടു 1 മൈനസ് 1/2 റൈസ് ടു കെ പ്ലസ് 1 എന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ LHS എന്ന് പറയുന്നത് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര പ്ലസ് 1/2 റൈസ് ടു കെ പ്ലസ് 1/2 റൈസ് ടു കെ പ്ലസ് 1 എന്ന് വരും. ഇനി 1/2 റൈസ് ടു കെ വരെ ഉള്ളത് നമ്മൾ ഇവിടെ 1 മൈനസ് 1/2 റൈസ് ടു കെ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈക്വൽ ടു 1 മൈനസ് 1/2 റൈസ് ടു കെ പ്ലസ് 1/2 റൈസ് ടു കെ പ്ലസ് 1 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് 1/2 റൈസ് ടു കെ പ്ലസ് 1നെ 1/2 റൈസ് ടു കെ ഇൻറ്റു 2 എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ 1 മൈനസ് 1/2 റൈസ് ടു കെ പ്ലസ് 1/2 റൈസ് ടു കെ ഇൻറ്റു 2 എന്ന് എഴുതാൻ കഴിയും. അതിനെ വീണ്ടും നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 മൈനസ് 1/2 റൈസ് ടു കെ പ്ലസ് 1/2 റൈസ് ടു കെ ഇൻറ്റു 1/2 എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ടേമിലും മൂന്നാമത്തെ ടേമിലും 1/2 റൈസ് ടു കെ കോമൺ ആയിട്ടുണ്ട്. അപ്പം നമുക്കത് പുറത്തെടുക്കാൻ കഴിയും. അപ്പോൾ 1 മൈനസ് 1/2 റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് 1/2 എന്ന് നമുക്ക് കിട്ടും. 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ്. അപ്പം അത് ഈക്വൽ ടു 1 മൈനസ് 1/2 റൈസ് ടു കെ ഇൻറ്റു 1/2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 റൈസ് ടു കെ പ്ലസ് 1. ഇതാണ് RHS. Therefore P of k plus 1 is true. Hence by the principle of mathematical induction P of n is true for all n belongs to natural numbers എന്ന് പറയാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ വീഡിയോ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 4 ചാപ്റ്ററിലായിട്ട് ഫോക്കസ് ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്.